षष्ठः പാഠः സമുദ്രതടः ഏഷः സമുദ്രതടः ഇതൊരു സമുദ്രതടമാകുന്നു, ബീച്ചാകുന്നു. അത്ര ജനാഹ പര്യടനായ ആഗച്ഛന്തി പര്യടനത്തിന് വേണ്ടിയിട്ട്, അതായത് എക്സ്കേർഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ജനങ്ങൾ വരാറുണ്ട്. കേചന തരംഗൈഹി ക്രീഡന്തി ചിലരെന്ത് ചെയ്യുന്നു, വേവ്സിൽ അതിലെ തിരമാലകളിൽ കളിക്കുന്നു. കേചന ച നൗകാഭിഹി ജലവിഹാരം കുറുവന്തി ചിലവരാകട്ടെ തോണി കൊണ്ട് വാട്ടർ ഗെയിംസൊക്കെ കളിക്കുന്നു. തേഷു കേചന കന്തുകേന ക്രീഡന്തി ചിലരാകട്ടെ ബോൾസ് കൊണ്ട് കളിക്കുന്നു. ബാലികാഹ ബാലകാഹ ച ബാലുകാഭിഹി ബാലുകാഗൃഹം രചയന്തി പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റേ സാൻഡ് വെച്ചിട്ട് ബീച്ചിലുള്ള സാൻഡ് വെച്ചിട്ട് വീടുകൾ ഉണ്ടാക്കി കളിക്കുന്നു. മധ്യേ മധ്യേ തരംഗാഹ ബാലുകാഗൃഹം പ്രവാഹയന്തി ഇടയ്ക്കിടയ്ക്ക് വേവ്സ് വന്നിട്ട് ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ വീടുകളെ വാഷ് ഔട്ട് ചെയ്യുന്നു. ഏഷാ ക്രീഡ പ്രചലതിയേവ ഈ കളി ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സമുദ്രതടാഹാന കേവലം പര്യടന സ്ഥാനാനി സമുദ്രതടം ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല. അത്ര മത്സ്യജീവിനാഹ അഭി സ്വജീവികാം ചാലയന്തി മത്സ്യജീവനക്കാർ അവരുടെ ജീവിതമാർഗവും കൊണ്ടുപോകുന്നുണ്ട്. അസ്മാകം ദേശേ ബഹവഹ സമുദ്രതടാഹ സന്തി നമ്മുടെ ദേശത്തിൽ ഒരുപാട് സമുദ്രതടങ്ങളുണ്ട്. ഏതേഷു മുംബൈ, ഗോവ, കൊച്ചി, കന്യാകുമാരി, വിശാഖപട്ടണം, പൂരി തടാഹ അതീവ പ്രസിദ്ധാഹ സന്തി ഇവയിൽ മുംബൈ, ഗോവ, കൊച്ചി, കന്യാകുമാരി, വിശാഖപട്ടണം എന്നീ ബീച്ചുകൾ വളരെ ഫേമസ് ആണ്. ഗോവ തടഹ വിദേശിക പര്യടകേഭ്യഃ സമാധികം രോചതേ ഗോവ തടം വിദേശ ടൂറിസ്റ്റുകൾക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്നതാണ്. വിശാഖപട്ടണം തടഹ വൈദേശിക വ്യാപാരായ പ്രസിദ്ധാഹ വിശാഖപട്ടണം ഇമ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഇമ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വരുന്നത് വിശാഖപട്ടണത്തിലേക്കാണ്. മറ്റ് നാടുകളിൽ നിന്നും അയക്കുന്ന വ്യാപാരങ്ങളൊക്കെ വരുന്നത് വിശാഖപട്ടണം എന്ന് പറയുന്ന ബീച്ചിലോട്ടാണ്. കൊച്ചി തടഹ നാരികേല ഫലേഭ്യഃ ജ്ഞായതേ കൊച്ചി തടത്തെ നാരികേല ഫലം എന്നതിലാണ് അറിയപ്പെടുന്നത്, അതായത് കോക്കനട്ട് ട്രീ. മുംബൈ നഗരസ്യ ജുഹു തടേ സർവേ ജനാഹ സ്വൈരം വിഹരന്തി മുംബൈ നഗരത്തിലുള്ള ജുഹു തടത്തിൽ എല്ലാ ജനങ്ങളും വളരെ സ്വൈരമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നു. ചെന്നൈ നഗരസ്യ മെറീന തടഹ ദേശസ്യ സാഗരതടേഷു ദീർഘതമഃ ചെന്നൈ നഗരത്തിലുള്ള മെറീന ബീച്ച് ദേശത്തിലെ സാഗരങ്ങളിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ളതാണ്. ഭാരതസ്യ തിസ്രിഷു ദിശാസു സമുദ്രതടാഹ സന്തി ഭാരതത്തിലെ 3 ദിശകളിലും സമുദ്രതടങ്ങൾ, അതായത് സാഗരം ബീച്ച് തന്നെയാണ് ഉള്ളത്. അസ്മാത് ഏവ കാരണാത് ഭാരതദേശഃ പ്രായദ്വീപഃ ഇതി കഥ്യതേ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ പെനിൻസുല എന്നാണ് അറിയപ്പെടുന്നത്. പൂർവിക ദിശായാം ബംഗോപസാഗരഃ പൂർവിക ദിശയിലാണെങ്കിൽ നമ്മുടെ ബേ ഓഫ് ബംഗാളും, ദക്ഷിണ ദിശയിൽ നമ്മുടെ ഹിന്ദു മഹാസാഗരം ഇന്ത്യൻ ഓഷ്യനും, അതേപോലെ പശ്ചിമ ദിശായാം ച അറബ് സാഗരഃ പശ്ചിമ ദിശയിൽ അറേബ്യൻ സീയുമാണ് ഉള്ളത്. ഏതേഷാം ത്രയാണാം അഭി സാഗരാണാം സംഗമഃ കന്യാകുമാരി തടേ ഭവതി ഇവയുടെ ഈ 3 സാഗരങ്ങളുടെയും കൂടിച്ചേരലുകൾ കന്യാകുമാരിയിലാണ്. അത്ര പൂർണിമായാം ചന്ദ്രോദയഃ സൂര്യസ്തം ച യുഗപതേവ ദൃഷ്ടും ശക്യതേ ഇവിടെ എന്താണ്, പൗർണമി ദിനത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൂര്യോദയവും സൂര്യൻ്റെ അസ്തമയവും ചന്ദ്രൻ്റെ ഉദയവും ഒരേ രേഖയിൽ ഒരേ സമയം തന്നെ കാണാനായിട്ട് സാധിക്കുന്നു പൗർണമി ദിനത്തിൽ.